വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-37 തിരുവചനങ്ങൾ. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഗബ്രിയേൽ ദൂതൻ മറിയത്തെ കൂടുതൽ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടി ദൈവിക പ്രവൃത്തികളെ വിശദീകരിക്കുന്നതിനായി പറയുന്ന വചനങ്ങളാണ്. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത്. എങ്ങനെയാണ് എലിസബത്ത് മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായിത്തീരുന്നത്? മറിയത്തിൽ നിന്നും ജനിക്കുന്ന ശിശു ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ്. ദാവീദിൻ്റെ പുത്രനായിട്ട് ജനിക്കുന്നവനാണ്. എന്നാൽ എലിസബത്ത്, സക്കറിയായുടെ ഭാര്യയായ എലിസബത്തും സക്കറിയായും ലേവി ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. പുരോഹിത ഗോത്രമായ ലേവി ഗോത്രത്തിൽ നിന്നും ഉള്ളവരാണ്. അപ്പോൾ പുരോഹിത ഗോത്രത്തിൽ നിന്നും പുരോഹിത ഗോത്രവുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ചാർച്ചക്കാരിയായ മറിയം, അവളും പുരോഹിത ഗോത്രം തന്നെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെങ്ങനെ ദാവീദിൻ്റെ വംശത്തിൽ നിന്നും ക്രിസ്തു ജനിക്കും? ഇവിടെ ഒരു വലിയ ദൈവിക പദ്ധതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ മഹാപുരോഹിതനായ അഹറോൻ തൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നത് അബിനാദാബിൻ്റെ മകളായ എലിസബത്തിനെയാണ്. അബിനാദാബ് ആകട്ടെ യൂദാ ഗോത്രത്തിൽ നിന്നും ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ രാജകീയ ഗോത്രവും പൗരോഹിത്യ ഗോത്രവും തമ്മിൽ ഒരു ബന്ധം കാണുവാനായിട്ട് സാധിക്കും. ആ വംശാവലി അതിൻ്റെ അവസാനം വരുമ്പോൾ സക്കറിയ പുരോഹിതനും എലിസബത്ത് എന്നു പേരായ ഒരു സ്ത്രീയെയാണ് ജീവിത പങ്കാളിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ മറിയത്തിൽ നിന്നും ജനിക്കാൻ പോകുന്ന ഈ കുട്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തു പുരോഹിത ഗോത്രത്തിൻ്റെയും രാജകീയ ഗോത്രത്തിൻ്റെയും ഒരുമിച്ച് വരുന്ന, യൂദയായും ലേവിയും ഒരുമിക്കുന്ന പുരോഹിതനും രാജാവുമായ ഒരവസ്ഥയിൽ ജഡിക നിയമപ്രകാരം കണക്കാക്കപ്പെടാൻ സാധിക്കും. കാരണം 2 ഗോത്രങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ ഇവിടെ സമ്മേളിക്കുന്നു. കാരണം എന്താണ്? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഗോത്രങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്ന കാര്യത്തിലാകട്ടെ, വന്ധ്യയും വൃദ്ധയുമായ ഒരു പുത്രനെ ഗർഭം ധരിക്കുന്ന കാര്യത്തിലാകട്ടെ, പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. കാരണം പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും വിഭാവനം ചെയ്തിരിക്കുന്നതും സൃഷ്ടിച്ച് നിയോഗിച്ചിരിക്കുന്നതും ദൈവം തന്നെയാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.